തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലൂടെ വാഹന പര്യടനം നടത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് ഇവർ. ഇവിടെ തന്ന ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു. ചുറ്റികരിവാൾ നക്ഷത്ര മലയാളത്തിൽ വിലയേറിയ വോട്ടുകൾ നൽകിയും വിലയേറിയ വോട്ടുകൾ ശേഖരിച്ചും നമുക്ക് മധുരകരമായ ഒരു വിജയം ഇപ്രാവശ്യം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പറവൂർ മണ്ഡലത്തിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറിന്റെ ഇന്നത്തെ പര്യടനം. മൂത്തകുന്നത്ത് നിന്ന് ആരംഭിച്ച വാഹന പര്യടനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വടക്കേക്കര, ഏഴിക്കര എന്നിവിടങ്ങളിലൂടെ വാഹന പ്രചാരണ ജാഥ കടന്നുപോകുമ്പോൾ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. കളമശ്ശേരി, ഏലൂർ മേഖലകളിലാണ് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പര്യടനം. അതേസമയം NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ രാവിലെ തൃക്കാക്കര ക്ഷേത്ര ദർശനത്തിന് ശേഷം കളമശ്ശേരി മേഖലയിൽ വോട്ടർമാരെ കണ്ടു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് രാവിലെ കയ്പമംഗലത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കൊടുങ്ങല്ലൂരിലും വോട്ടർമാരെ കാണാനെത്തി. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പുത്തൻകുരിശ് മേഖലയിലാണ് പര്യടനം തുടരുന്നത്. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ രാവിലെ തൃശൂർ പൂരം കൊടിയേറ്റ് ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളെയും സന്ദർശിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ രാവിലെ താന്യം, അന്തിക്കാട് മേഖലകളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. പാലാ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും ഇന്ന് പര്യടനം നടത്തുന്നത്. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കാണുകയാണ്. അതേസമയം തൊടുപുഴ മണ്ഡലത്തിലാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഇന്നത്തെ പര്യടനം. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് കായംകുളത്താണ് ഇന്ന് വോട്ടർമാരെ കാണുന്നത്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും മണ്ഡലത്തിൽ സജീവമാണ്. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ കുന്നത്തൂരിൽ വോട്ടർമാരെ കണ്ടു. UDF സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷും മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.